ഒരു പ്രധാനപ്പെട്ട ചാനൽ ഒരു പിറന്നാൾ സമ്മാനം നൽകിയിരിക്കുകയാണ്. ഞാൻ 13 വയസ്സ് മുതൽ ഈ സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. സാധാരണഗതിയിൽ ഹിന്ദു വിശ്വാസപ്രകാരം ഒരു പിറന്നാൾ ദിവസത്തിൽ വയസ്സ് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ആ പ്രധാനപ്പെട്ട ചാനലിൻ്റെ മുതലാളിക്ക് വേണ്ടി എൻ്റെ ആയുസ് കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാ രീതിയിലും ഹിന്ദു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ്, മറ്റുള്ളവരുടെ വിശ്വാസത്തെ എതിർക്കാത്ത ഒരാളും ആണ്. എനിക്ക് ഇന്ന് 50 വയസ്സ്, മീനമാസത്തിലെ ഉത്രട്ടാതി. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വിജയത്തിനു വേണ്ടി മോദിജിയും അമിത്ഷാജിക്കും ശേഷം മൂന്നാമനായിട്ടുള്ള അഖിലേന്ത്യാ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി ഇവിടെ വരികയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുടെ വിജയത്തിനു വേണ്ടി കഠിനമായിട്ട് ഇന്ന് പോലും ഞങ്ങൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പ്രമുഖമായിട്ടുള്ള ചാനലിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വന്നത്. എന്താണ്? ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകി. ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ. ഇതേ ചാനലിൻ്റെ റിപ്പോർട്ടർക്ക് ഏത് നിമിഷവും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു. പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിന്റെ കാരണം ഇന്നലെ രാത്രി ഈ ചാനലിന്റെ മുതലാളി, അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശ്ശൂർക്കാരൻ എന്നെ കാണാൻ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത്, ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല. വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തും എന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളോട്, നിങ്ങൾക്ക് പല രാഷ്ട്രീയവും ഉണ്ടാകും. എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഒരു സ്ത്രീ ഇത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാണം കെട്ട, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായ പണം മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജന്റിനെ എന്നെ കാണാൻ വിട്ടാൽ കരിമണൽ കർത്തയും KC വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾ പറയണം. ഇത് 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്. ഈ 9 തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഓരോ മുതലാളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് 10 ലക്ഷം രൂപ തരണം, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവുമില്ല. മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എൻ്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോൾ എന്നെ തകർക്കാൻ KC വേണുഗോപാലിന് വേണ്ടി, കരിമണൽ കർത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പിറന്നാൾ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തൻ്റെടമുള്ള ഒരു സ്ത്രീയോടാണ് നിങ്ങൾ ഇത്രയും വൃത്തികെട്ട ഈ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അടിയന്തരമായി നിങ്ങൾ ഈ ചെയ്തിട്ടുള്ള അന്യായമായിട്ടുള്ള ന്യൂസ് അത് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കാണാൻ വന്നയാളുടെ പേരും എല്ലാ ചാനലുകൾക്കും വേദനയാണ്. കാരണം എന്നെ കണ്ട മുതലാളിയുടെ പേരും, ഏത് കാറിലാണ് വന്നതെന്നും എത്ര മണിക്കാണ് എൻ്റെ വീട്ടിൽ വന്നതെന്നും ക്യാമറ എൻ്റെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ നിന്ന് സംസാരിച്ചതും ഉൾപ്പെടെ അടുത്ത പത്രസമ്മേളനത്തിൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നുകൂടി ഞാൻ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാധ്യമ സുഹൃത്തുക്കളെ ഈ നിമിഷത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. ഒരു തോന്നലുണ്ടാകും, ശോഭാ സുരേന്ദ്രൻ മത്സര രംഗത്ത് വിജയിച്ച് MP ആയി, മന്ത്രിയായി
ഇരിക്കാനുള്ള കൊതിയുണ്ടല്ലോ, അത് ശോഭാ സുരേന്ദ്രന് സുഖകരമായിട്ട് ഇരിക്കാനല്ല, ഈ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ഞാൻ പൊതുപ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരമ്മ എന്നുള്ള രീതിയിൽ ഞാൻ വിജയിച്ചുകൊണ്ടാണ് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. കഞ്ഞി കുടിക്കാൻ ഗതിയുണ്ട്, ഉടുതുണിക്ക് മറുതുണിയുണ്ട്. എൻ്റെ 2 മക്കളും നല്ല മക്കളെ, നാടിനും വീടിനും ഉപകാരികളായിട്ടുള്ള 2 മക്കളെ വളർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നീ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അമ്മയ്ക്ക് സേവന പ്രവർത്തനം ചെയ്യാൻ മേശപ്പുറത്ത് വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ആ പണം മേശപ്പുറത്ത് വെപ്പിക്കാൻ ഒരമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് പറയാനുള്ളത് മാധ്യമ സുഹൃത്തുക്കളോട്, ഈ ഇരിക്കുന്ന ആളാണ് ജില്ലയുടെ അധ്യക്ഷൻ. അപ്പൊ ജില്ലക്കെതിരെ ഞാൻ പരാതി കൊടുത്തു എന്നുള്ള വ്യാജ വാർത്ത, അത് ത്രികോണ മത്സരമുണ്ട് എന്ന് ഏതൊരു മാധ്യമ പ്രവർത്തകനും നാളെ ഇതുവരെ പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു മാധ്യമം പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ആവട്ടെ, അത് പറയാനുള്ള അവകാശം ഒരു മാധ്യമത്തിനുണ്ട്. എന്നാൽ അത് പറയാൻ കാരണം ഇന്നലെ രാത്രിയിലെ ചർച്ച പരാജയപ്പെട്ടത് കൊണ്ടാണ് എന്നും അതിനെ തുടർന്നുള്ള കഥകളും കേരളത്തിൽ എനിക്ക് തുറന്നു പറയണം. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, സത്യസന്ധതയുടെ ജിഹ്വയാണ് മാധ്യമങ്ങൾ എന്ന് ഈ നിമിഷവും വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഈ കാര്യം പറയുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു സാഹചര്യം എൻ്റെ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കണം. ജില്ലയിൽ അതിഗംഭീരമായിട്ടാണ് പ്രവർത്തനം നടക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകന്മാർ, പാവപ്പെട്ട പ്രവർത്തകന്മാർ, അവർ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്തേക്ക് ഒരു ഇടിത്തീ വീഴിപ്പിക്കാൻ ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ ശോഭ ചേച്ചി ഇങ്ങനെ പറയുന്നത്, ഞങ്ങൾ ഇത്രയും ഉണ്ണാതെ ഉറങ്ങാതെ, കാരണം 11:30 മണി വരെയാണ് സ്ഥാനാർത്ഥി പണിയെടുക്കുന്നത്. 8 മണിക്ക് കിടന്നുറങ്ങുന്ന സ്ഥാനാർത്ഥി അല്ലിത്. 2 സ്ഥാനാർത്ഥികളുടെ കൂടെ മാധ്യമ പ്രവർത്തകർ സഞ്ചരിക്കട്ടെ. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 7:30 മണിക്ക് ഈ പ്രവർത്തനവുമായിട്ട് ഇറങ്ങുമ്പോൾ 11:30 മണി 12 മണിക്കാണ് ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകരും സ്ഥാനാർത്ഥിയും ഒരുമിച്ച് ഇവിടെ പ്രവർത്തിച്ച് വിജയിക്കും എന്നുള്ള ഘട്ടം വന്ന സമയത്ത് എന്നെ തകർക്കാൻ വേണ്ടി ഈ സത്യസന്ധതയുടെ ജിഹ്വയെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചാൽ ഞാൻ ജനങ്ങൾക്കിടയിലേക്ക് വോട്ട് ചോദിച്ചു പോകേണ്ട സമയം ആ മാധ്യമത്തിന്റെ മുന്നിൽ എന്നെ ഇരുത്തിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ടത്. എല്ലാ വെല്ലുവിളിയെയും ഞാൻ നേരിട്ട ആളാണ്. എല്ലാ വെല്ലുവിളിയെയും എനിക്ക് കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി, ഇല്ലേ? ചാവക്കാട് നിന്ന് വലിയൊരു മുതലാളിക്ക് വേണ്ടി എന്നെ ഭയപ്പെടുത്താൻ നോക്കി. ഞാൻ ഭയപ്പെട്ടു പോയോ? കരിമണൽ കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പിന്മാറിയോ? ഇല്ല. എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ സാമാന്യ മര്യാദ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കും കൊടുക്കുന്ന അതേ ഒരു മര്യാദ ഞാൻ ഇവിടുത്തെ മാധ്യമ സമൂഹത്തോട് യാചിക്കുകയാണ്. ഈ യാചന എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ, ഒരമ്മയുടെ യാചനയാണ്. അതുകൊണ്ട് റിപ്പോർട്ടർമാരായിട്ടുള്ള സഹോദരന്മാർ, നിങ്ങളോട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നീതിബോധത്തോടു കൂടി എന്ന് അപേക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇത്തരത്തിൽ നിങ്ങളെ കാണണം എന്ന് ആവശ്യപ്പെട്ടത്. മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. മുതലാളി കണ്ടതിന്റെ പിന്നിൽ എന്താണ് അറിയോ? മുതലാളി കണ്ടതിന്റെ പിന്നിൽ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ തള്ളി പറയേണ്ട കാര്യം? ഞാൻ ഇവിടെ കഴിഞ്ഞ 10-30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ്. ഞാൻ ശ്രീമാൻ സുകുമാരൻ നായർ സാറിനെ കണ്ട് നമസ്കരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. മാതാ അമൃതാനന്ദമയി അമ്മയെ കണ്ട് നമസ്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയ ആളാണ്. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ കണ്ട് നമസ്കരിച്ച് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയ ആളാണ്. മിസ്റ്റർ ദിനകരൻ ഇവിടുത്തെ ധീവര സമൂഹത്തിന്റെ അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങി. കൃപാസനത്തിലെ ബിഷപ്പിനെ കണ്ടു, അനുഗ്രഹം വാങ്ങി. എനിക്ക് ആലഞ്ചേരി പിതാവുമായിട്ട് കൂട്ടുണ്ട്. എനിക്ക് തിരുവനന്തപുരത്ത് അവിടുത്തെ ക്ലീമിസ് തിരുമേനിയുമായിട്ടും അതുപോലെ തന്നെ ലത്തീൻ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള തോമസ് നെറ്റോ പിതാവ് ഉൾപ്പെടെ എത്രയോ ആളുകൾ
അപ്പൊ ജാതിക്കും മതത്തിനും അതീതമായിക്കൊണ്ട് ഭീമാപള്ളിയിൽ ഉൾപ്പെടെ ഇരിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള കസേരയിലിരിക്കുന്ന ആളുകളുമായിട്ട് ബന്ധമുള്ള എന്നെ നിങ്ങൾ എങ്ങനെയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആളാക്കുന്നത്? ഞാൻ ഇന്ന് വരെ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ അങ്ങനെയാണോ വന്നിട്ടുള്ളത്? ശോഭാ സുരേന്ദ്രൻ ഒരൊറ്റ ഐഡന്റിറ്റിയേ ഉള്ളൂ. എനിക്ക് ആഗ്രഹമുണ്ട്, അതായത് കേരളത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള SC ST വിഭാഗത്തിന്റെ മുതൽ എല്ലാ സമുദായങ്ങളുടെയും ഐക്യപ്പെടലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഞാൻ തള്ളിപ്പറയേണ്ട ആവശ്യം എന്താണ്? അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ കുമാരനാശാനും ഉൾപ്പെടെയുള്ളവർ കാട്ടിയ ആ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും ഇവിടത്തെ ഈഴവ സമൂഹത്തിലെ അവരുടെ കുട്ടികളെ പഠിപ്പിക്കാൻ, അവരുടെ അമ്മമാർക്ക് ആവശ്യമായിട്ടുള്ള മടിശീലയിൽ പണമുണ്ടാക്കാൻ അതിന് സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ആ സമുദായ സംഘടനയെ വളർത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എന്തിനാണ് തള്ളി പറയേണ്ടത്? അതിന്റെ ആവശ്യം എന്താണ്? ആർക്കാണ് അതിന്റെ ആവശ്യം? താങ്കളുടെ വാക്ക് കോട്ട് ചെയ്ത് തന്നെ ചോദിക്കാം. നേരത്തെ പറഞ്ഞു, വളരെ വികാരജനീയം പറഞ്ഞു, മുണ്ട് മുറുക്കി എടുത്ത് ഇവിടെ രാത്രി 11 മണി വരെ പണിയെടുത്താണ് ത്രികോണ മത്സരം കൊണ്ടുവരുന്നത്. രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രതിനിധിയായി മത്സരിക്കാൻ വന്ന ഒരാൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടോ? അത്തരത്തിൽ ഫണ്ട് കിട്ടാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടോ? അല്ല, സാമ്പത്തികമായിട്ട് നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ സാമ്പത്തികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എവിടെ നിന്നെങ്കിലും പണം വരികയാണോ? അങ്ങനെയാണോ ഞങ്ങൾ പ്രവർത്തിക്കുന്നത്? അല്ലല്ലോ. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ, ഞാൻ മുൻപും പറഞ്ഞു, ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോഴും പറയുന്നു, ഫ്ലക്സ് ബോർഡ് വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ സമ്മതിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, മിസ്റ്റർ വേണുഗോപാലും മിസ്റ്റർ ആരിഫും ഫ്ലക്സ് ബോർഡ് അഴിക്കാൻ തീരുമാനിച്ചാൽ മുന്നേ BJP-കാരുടെ ഫ്ലക്സ് ബോർഡ് മാറ്റും. പോസ്റ്ററും വേണ്ട, ഫ്ലക്സ് ബോർഡും വേണ്ട. ഞാൻ ജനങ്ങളുമായി സംവദിക്കാൻ തയ്യാറാണ്. ആ തയ്യാറെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ കാണിക്കുമോ? നമുക്ക് മൈക്ക് അനൗൺസ്മെന്റ് വേണ്ട എന്ന് വെക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മിസ്റ്റർ ആരിഫും മിസ്റ്റർ വേണുഗോപാലും തയ്യാറായാൽ ശോഭാ സുരേന്ദ്രൻ തയ്യാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, എന്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് കൂലിപ്പണിക്ക് പോകുന്ന, ഓട്ടോറിക്ഷ ഓടിക്കുന്ന, താഴെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ജീവിക്കുന്ന ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകന്മാർ, കാര്യകർത്താക്കന്മാർ, അങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രസ്ഥാനത്തിൽ കൂടുതലുള്ളത്. വരുന്ന ദിവസങ്ങളിൽ BJP-യുടെ മുൻനിര നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുത്ത എത്ര പരിപാടികൾ ഇവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്? ഇവിടെ ഏറ്റവും ശക്തരായിട്ടുള്ള നേതാക്കന്മാർ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് പാർട്ടി നിശ്ചയിക്കുന്ന രീതിയിൽ, പാർട്ടിയുടെ അഖിലേന്ത്യാ അധികാരികളും സംസ്ഥാന ഘടകവും തീരുമാനിക്കുന്ന രീതിയിൽ ആ പ്രവർത്തനങ്ങളെല്ലാം നടക്കും. കാരണം ഏത് മണ്ഡലത്തിൽ ഏത് നേതാവ് വന്നു എന്നതിനെ കുറിച്ച് മാത്രമല്ലല്ലോ നമ്മുടെ ചർച്ച. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണല്ലോ ഇവിടെ മത്സരിക്കുന്നത്. ഏറ്റവും വലിയ നേതാവ് ഇവിടെ മത്സരിക്കുകയും ഇവിടെ നിന്ന് വിജയിച്ചു പോവുകയും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വികസനം പോലും കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും വന്ന് എനിക്ക് വോട്ട് തരണമെന്ന് കൈനീട്ടുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പോ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും തൃശ്ശൂരും തിരുവനന്തപുരവും ഒക്കെ ചർച്ച ചെയ്യുന്നത് പോലെ ശോഭാ സുരേന്ദ്രൻ അങ്ങ് ജയിച്ചു പോയാൽ ചില ആളുകൾക്കൊക്കെ ജയിലിൽ പോകേണ്ടി വരും. ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വേദന തോന്നി, എൻ്റെ ഒരു തുള്ളി കണ്ണുനീര് പോയി എന്ന് മാത്രമേ ഉള്ളൂ. നല്ല കാലിരുമ്പിന്റെ കരുത്ത് അത് ജന്മം കൊണ്ട് പ്രവർത്തന രംഗത്ത് വന്ന അന്നു മുതൽ ഈ നിമിഷം വരെ എനിക്കുണ്ട്. അത് ഏത് രീതിയിലും നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. അനുവദിക്കുന്ന സമയം പൊതുപ്രവർത്തനം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും എന്ന് മാത്രമേ ഉള്ളൂ. കരിമണൽ ബന്ധപ്പെട്ട് വന്നപ്പോൾ തൊട്ട് തന്നെ ചോദിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കരിമണൽ കർത്തായുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പം ഈ വ്യവസായി കാണാൻ വന്നതിന് പിന്നിലും ഈ കരിമണൽ ലോബിയുടെ ഇടപെടലാണെന്ന് കരുതുന്നുണ്ടോ? അത് കരിമണൽ ലോബിയുടെ ഇടപെടൽ എന്നതിനെ കറക്റ്റായിട്ട് എനിക്കതിൽ അനുഭവമില്ല. എൻ്റെ മുന്നിലുള്ള അനുഭവം എന്ന് പറയുന്നത് വളരെ ധനാഢ്യനായ ഒരു മനുഷ്യൻ, വളരെ ധനാഢ്യനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരുപാട് കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു മനുഷ്യൻ, ആയിരക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ള ഒരു മനുഷ്യൻ. ആ വ്യക്തിക്ക് എതിരായിട്ട് ഞാൻ തൃശ്ശൂരിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ചില ഭൂമികളും കാര്യങ്ങളും എല്ലാം ജപ്തി ചെയ്ത് സ്വരുക്കൂട്ടിയപ്പോ ഞാൻ അദ്ദേഹത്തെ നേർക്ക് നേർ നിന്ന് പോരാടിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ ഒരാൾ കടം വാങ്ങിയാൽ ആ 10 ലക്ഷം രൂപ കടം കൊടുത്തതിന്റെ പേരിൽ 1 കോടി രൂപ ആസ്തി
അത് ജപ്തി ചെയ്തുകൊണ്ട് കുടുംബാംഗങ്ങളെ റോഡിൽ ഇറക്കാൻ തീരുമാനിച്ചപ്പോ പല കുടുംബങ്ങളുടെയും മുന്നിൽ വിളക്കായിട്ട് ഞാൻ നിന്നിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത് ആരെയെങ്കിലും സമാധാനപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ അല്ല. ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നതും മുന്നോട്ട് പോകുന്നതും സ്ഥാനാർത്ഥി കുറച്ചല്ലേ പ്രസംഗിക്കാൻ പാടും. മാധ്യമ സുഹൃത്തുക്കൾ പറയാ, കേരളത്തിലെ ഏത് സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രനെ പോലെ പൊതുപരിപാടികളിലും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലും മണിക്കൂറുകൾ സംസാരിച്ചിട്ടുള്ളത്? ഒരു ചെറിയ ഓൺലൈൻ ചാനൽ വന്നാൽ പോലും അവരെ ശോഭ ചേച്ചി 20 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് സംസാരിച്ചിട്ടല്ലേ ഞാൻ നിർത്തിയിട്ടുള്ളൂ. ഞാൻ കൂടുതൽ ചിരിച്ച് അഭിനയിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് സംസാരം കുറച്ച് ആളുകളെ വേദനിപ്പിക്കൽ കുറച്ച് കഴിഞ്ഞാൽ വോട്ട് കുറച്ച് കൂടുതൽ കിട്ടും. തർക്കമില്ലാത്ത കാര്യമാണ്. എനിക്കറിയാം. ഇതെന്റെ 9ാമത്തെ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ ഞാൻ തയ്യാറില്ല. ഞാൻ അങ്ങനെ എന്റെ വാക്കുകൾ ആർക്കെങ്കിലും മുന്നിൽ പണയം വെച്ച് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല, തയ്യാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഒരു അവസരം എനിക്കുണ്ടായി. ഈ മുതലാളി വന്നതിന്റെ പിറകിലെ കഥ എനിക്കറിയില്ല. കാരണം 5 മിനിറ്റ് സമയം മാത്രമാണ് ആ വീടിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. ഞാൻ അദ്ദേഹത്തോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ശോഭാ സുരേന്ദ്രൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കയ്യിൽ പലതും ഉണ്ടാകും. ആയിരക്കണക്കിന് കോടി രൂപ നിങ്ങളുടെ മുതലാളിയുടെ കയ്യിലുണ്ടാകും. അതെനിക്ക് വിഷയമല്ല, എന്റെ പ്രശ്നവുമല്ല. പക്ഷേ ഞാൻ എന്ത് സംസാരിക്കണം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ജനങ്ങൾക്കിടയിൽ എന്ത് പറയണം, എന്റെ പോയിന്റ് എന്തായിരിക്കണം, ഇത് തീരുമാനിക്കേണ്ടത് ഞാൻ മാത്രമാണ്. ഞാനാണ്, എന്റെ പ്രസ്ഥാനവും. അതുകൊണ്ട് ഈ വക ഒരു ചപ്പടി വിദ്യയുമായിട്ടും എനിക്കെതിരെ വരണ്ട. അതൊന്നും നടപ്പിലാവാൻ പോകുന്നില്ല എന്ന് കൂടി പറയാൻ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചാനലിൽ വന്ന ഈ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ശോഭിച്ചേട്ടെന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു പൈസ ചോദിക്കുന്ന വീഡിയോ പ്രചരിക്കുന്നത്, അതാണോ സംസാരിക്കുന്നത്? എന്താണ് അതിനകത്ത്? വീഡിയോ കഴക്കൂട്ടം സമയത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ഞാൻ കേസ് കൊടുക്കുകയും അതിനെ തുടർന്ന് ആ വീഡിയോ കിട്ടിയ വ്യക്തി തന്നെ ആ വാർത്തയിട്ടത് ക്രൈം ശ്രീമാൻ നന്ദകുമാറാണ്. ആ ക്രൈം നന്ദകുമാർ തന്നെ നേരിട്ട് കാണുകയും ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന് ഇത് ആർട്ടിഫിഷ്യൽ ഓഡിയോ ആണ് എന്ന് ബോധ്യപ്പെടുകയും കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം തന്നെ അതെല്ലാം വ്യക്തമാക്കുകയും ചെയ്ത് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, എന്റെ കയ്യിൽ ഇത് കിട്ടി. ഒരാധാരം കൊടുത്തു അദ്ദേഹത്തിന്. എന്താ ആധാരം? ഹൈവേയില് 20 ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി പ്രോപ്പർട്ടി ശോഭാ സുരേന്ദ്രൻ ഉണ്ട് എന്നാണ് ആ വാർത്തയിൽ മറ്റൊരു കണ്ടന്റ്. എനിക്ക് ഏതോ ബാങ്ക് ലോക്കറിൽ നിന്ന് ഞാൻ സ്വർണം ബാങ്ക് ലോക്കറിൽ നിന്ന് എടുത്തു എന്നാണ് മറ്റൊരു കണ്ടന്റ്. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ മക്കൾക്ക് കൂടി 1 പവന്റെ പൊന്ന് ഉണ്ടാക്കി കൊടുക്കാത്ത ഒരു അമ്മയാണ്. 2 ആൺകുട്ടികളാണ്. സാധാരണ ആൺകുട്ടികളൊക്കെ അരഞ്ഞാണം ഇട്ട് നടക്കും, കഴുത്തിൽ സ്വർണം ഇട്ട് നടക്കും. എന്റെ 2 മക്കളും സ്വർണം ശരീരത്തില് ഈ നിമിഷം വരെ തൊടാത്ത ആളുകളാണ്. എനിക്ക് ആകെയുള്ളത് നിങ്ങളുടെ മുന്നിൽ ഏത് തെരഞ്ഞെടുപ്പിലും ഉള്ളതുപോലെ തന്നെ നിങ്ങൾ എപ്പോ കണ്ടിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനെ ആഭരണ വിഭൂഷിതയായിട്ട്? ആളുകൾ അങ്ങനെ നടക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. കാരണം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്ന ആ ഒരു പരമ്പരയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാൻ. സ്ത്രീകൾ നല്ല രീതിയിൽ തന്നെ ആഭരണങ്ങളും ഒക്കെ ഇട്ട് നടക്കുന്നതിൽ കാണാൻ എനിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതെന്നോ തിരസ്കരിക്കപ്പെട്ട, സമൂഹം വരെ തിരസ്കരിക്കപ്പെട്ട ഒരു ഓഡിയാണ്. അതെല്ലാം പോയി, അതല്ല വിഷയം. പിന്നെ മാധ്യമം സർവേ എടുത്തിട്ടുള്ളത് ഞാൻ വിജയിക്കില്ല, ഞാൻ 3ാമതാണ് എന്ന് വരുത്തി തീർത്താൽ, ദേശീയ ഏജൻസി സർവേ ഉണ്ടായിരുന്നല്ലോ, ദേശീയ മാധ്യമത്തിന്റെ സർവേ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ KCയും ശോഭാ സുരേന്ദ്രനും തമ്മിലാണ് മത്സരം നടക്കുന്നത്, ചെറിയ വോട്ടിംഗ് പെർസെന്റേജിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് സർവേ ഉണ്ടായിരുന്നല്ലോ. ആ സർവേ കണ്ടും ഞാൻ എന്താണ് സന്തോഷം കൊണ്ട് ഭ്രമിച്ചിട്ടില്ല. ഈ സർവേ വന്നിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ 3ാമതാണ് എന്ന് പറഞ്ഞാലല്ലേ ഞങ്ങളുടെ പ്രവർത്തകർക്ക് ശോഭ ചേച്ചി അങ്ങനെ 3ാമതാണല്ലേ എന്ന് തോന്നലുണ്ടാകും. അതിനാസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു സർവേയാണ്. പക്ഷേ ആ സർവേ പുറത്തു വന്ന ദിവസം തന്നെ, അല്ലെങ്കിൽ സർവേ പുറത്തു വരുമ്പോൾ തന്നെ ഈ വ്യക്തിയെ എന്നെ കാണാൻ വരുത്തിയതിന്റെ പിറകിലുള്ള ദുരുദ്ദേശവും ഇപ്പൊ നിങ്ങളുടെ മുന്നിലുണ്ടല്ലോ. ജില്ലാ നേതൃത്വത്തിന് ഞാൻ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ ഒരു വാർത്ത വരുത്തുന്നതിന്റെ പിന്നിലെ ചേതോ വികാരം എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? കാണാൻ വന്ന ആള് പറഞ്ഞത് ഭീഷണിയാണ്. വലിയ ആയിരക്കണക്കിന് കോടി രൂപ ആസ്തിയുള്ള, സ്വന്തമായി ചാനലുള്ള ഒരു വ്യക്തിയെ അപമാനിക്കുന്നതിന് വേണ്ടിയാണത്രേ ഞാൻ ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നത്. അതെങ്ങനെയാണ്?
എന്താണ് അതിലെ ലോജിക്ക്? എന്താണ്? ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് ഒരു സമുദായ സംഘടനയെ നയിച്ചുകൊണ്ട് കേരളത്തിൽ മുന്നോട്ട് പോകുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ എണ്ണത്തിൽ കൂടുതൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉള്ളത് കൊണ്ട് ആയിരിക്കുമോ? അത് ഉത്തരം പറയേണ്ടത് അവരാണ്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ വിളിച്ചു പറയണം എന്ന് നിങ്ങൾ എപ്പോഴാണോ ശഠിക്കുന്നത് ആ സമയത്ത് ഇതിന്റെ ബാക്കി ഞാൻ പറയും. ഇപ്പൊ തൽക്കാലം പറയാത്തത്, ഒരു മാധ്യമത്തെയും കൂടുതൽ ആക്രമിക്കാൻ താല്പര്യമുള്ള ഒരാളല്ല. കഴിഞ്ഞ എത്രയോ കാലമായിട്ട് മാധ്യമങ്ങളുമായി ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇടപെട്ടിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മാധ്യമങ്ങളും പ്രതിസ്ഥാനത്ത് വരുമല്ലോ ഇപ്പോഴേ. ഇവിടെ ഇരിക്കുന്ന ഇത്രയും ബുദ്ധിമാന്മാരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കൾക്ക് ഞാൻ ആ പേര് വ്യക്തമാക്കിയാലേ വ്യക്തമാകൂ എന്നൊന്നുമില്ല. 2 വാർത്തയും വന്നത്, അതായത് ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി കൊടുത്തുവെന്ന് ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് ഏത് മാധ്യമത്തിലാണ് വന്നത് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെയും മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് കുറെ നല്ലവരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ജോലി ചെയ്യുന്നുണ്ട്. ആ കുറെ ആളുകൾ നല്ല മാധ്യമ പ്രവർത്തകന്മാരെ ജോലി ചെയ്യുന്നുണ്ട്. അതായത് ചില മാധ്യമ പ്രവർത്തകരുടെ 4 അയലത്ത് ഇരിക്കാൻ യോഗ്യതയില്ലാത്ത മുതലാളി ഉള്ള ഒരു മാധ്യമം. ഞാൻ എന്തിനാണ് പേര് പറയുന്നത്? എനിക്കതിനെ കുറിച്ച് അങ്ങനെ താല്പര്യമില്ല. കാരണം മാധ്യമ സുഹൃത്തുക്കൾ അവരും ജീവിക്കുകയാണ്. അവര് ജീവിക്കാൻ വേണ്ടി ഇപ്പൊ എന്നെ ഞാൻ പറയട്ടെ, ഞാൻ യൂറിനറി ഇൻഫെക്റ്റഡ് ആയിട്ട് എന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. കൊറോണ സ്റ്റാർട്ടിങ്ങിലാണ്. ഹോസ്പിറ്റലിൽ എന്നെ കെടുത്തി. എന്നെ ആരാ നോക്കേണ്ടത്? ആ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ്. അല്ലെ, ഗൈനക്കോളജിസ്റ്റ് എന്നെ പരിശോധിക്കുന്നു, എനിക്ക് ഇഞ്ചക്ഷൻ തരുന്നു. എനിക്ക് യൂറിൻ പോകാത്ത ബുദ്ധിമുട്ടുണ്ടായി, ഇഞ്ചക്ഷൻ തരുന്നു. അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഓർത്തോപെഡിക് സർജൻ വന്ന് എന്നെ 2ാമതും ഇഞ്ചക്ഷൻ ചെയ്യുന്നു. എന്റെ ശരീരം മുഴുവൻ, എനിക്ക് പോലും എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. കൊറോണയുടെ ഏറ്റവും ആദ്യം കൊറോണ തുടങ്ങുന്ന സമയത്താണ്. കുടുംബത്തിലുള്ളവർ മുഴുവൻ ആശങ്കപ്പെടുന്നു. എന്റെ ശരീരം മുഴുവൻ വികൃതമായിട്ട് ഒരാഴ്ചക്കാലം അമൃത ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്യുന്നു. ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞോ ആശുപത്രി മുതലാളി എന്നെ കൊല്ലാൻ നോക്കിയെന്ന്? പറഞ്ഞില്ലല്ലോ. എന്താ കാരണം? തൃശ്ശൂർ ജില്ലയില് ഒരു പ്രമുഖമായിട്ടുള്ള ആശുപത്രിയുടെ മുന്നിൽ അവിടെ 18 വയസ്സിനും 22 വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ ഗൾഫിലേക്ക് കയറ്റി വിടുന്ന ഒരു മുതലാളിക്കെതിരെ അച്യുതാനന്ദൻ സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാനും മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കേദാരവും ഉൾപ്പെടെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ആശുപത്രി മുതലാളിയെ അറസ്റ്റ് ചെയ്തു. ആ ആശുപത്രി മുതലാളിയുടെ പാർട്ട്ണറായിരുന്നു എന്നെ ഇഞ്ചക്ട് ചെയ്ത മനുഷ്യൻ, ഡോക്ടർ. എന്തിനാണ് ഓർത്തോപെഡിക് സർജൻ എന്നെ അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്? ഞാൻ എന്താ മാധ്യമ പ്രവർത്തകരെ വിളിച്ച് ആശുപത്രിയുടെ പേര് പറഞ്ഞ് ആ ഹോസ്പിറ്റൽ അടിച്ചു പൊളിച്ച് കളയാനുള്ള സാഹചര്യം ഉണ്ടാക്കാത്തത്? അവിടുത്തെ നേഴ്സുമാർ, അവിടുത്തെ പാവപ്പെട്ട സ്ത്രീകൾ എന്നെ വികൃതമായിട്ട് ഈ രൂപത്തിൽ കണ്ടപ്പോ എന്റെ കാല് പിടിച്ച നേഴ്സുമാരുണ്ട്. മാധ്യമങ്ങളോട് ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഞാൻ ആ ആശുപത്രിയെ രക്ഷിച്ചതും അവിടെ ജോലി ചെയ്യുന്ന പാവങ്ങളെ ഓർത്തുകൊണ്ടാണ്. അത് ഞാൻ സഹിച്ചു. ഇപ്പൊ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ഭീകരയാണോ ഞാൻ? എന്നെ ഇങ്ങനെ ജീവിക്കണ്ട എന്ന് തീരുമാനമെടുക്കാൻ, എന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ, എന്റെ ശബ്ദം ഇല്ലാതാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ ഇത്രയും കൂടുതൽ ലാത്തി ചാർജ് ഏറ്റുവാങ്ങിയ ഏത് പൊതുപ്രവർത്തക സ്ത്രീ ഉണ്ട് കേരളത്തിൽ? ഈ പോലീസ് എന്നെ ഇങ്ങനെ, നിങ്ങൾക്ക് ഞാൻ അതിന്റെ വിഷ്വലിപ്പ് തരാം. എന്റെ കൂടെയുള്ള IT-യിലെ കുട്ടികളുടെ കയ്യിൽ അതുണ്ട്. ഗൗരി അമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഇത്രയും കൂടുതൽ വളഞ്ഞിട്ട് ആക്രമിച്ച് അടിച്ച് തല പൊട്ടിച്ച് ഇവിടെ മുതൽ ഇവിടെ വരെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു L2 ഹോസ്പിറ്റലിൽ തൃശ്ശൂരില്. എന്നിട്ട് ഞാനത് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞ് എന്നെ ഇങ്ങനെ ആക്കി, എനിക്ക് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞോ? എപ്പോഴെങ്കിലും മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ച് ഞാൻ എന്റെ ദുഃഖവും ദുരിതവും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്നെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ ഞാൻ പറഞ്ഞോ? ഇല്ല. ഇന്നൊരു അവസരം വന്നപ്പോൾ എനിക്ക് നിങ്ങളോട് ഇനി പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത് എന്നെ അവസാനിപ്പിക്കാനാണ് രാഷ്ട്രീയപരമായിട്ടെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിച്ചോളൂ. നിങ്ങളുടെ കയ്യിൽ ആയിരക്കണക്കിന് കോടി രൂപയുണ്ടല്ലോ. പക്ഷേ ദൈവം, ഈശ്വരൻ, പ്രകൃതി അതുണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു റിസൾട്ട് ഈശ്വരൻ അദ്ദേഹത്തിന് കൊടുത്തതാണ്. ഇനി 2ാമതൊരു ദുഃഖം കൂടി ഏറ്റുവാങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ് മാവേലിക്കരയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് ചുമതല മാറിയിട്ടുണ്ടോ?
BJPയുടെ ജില്ലാധ്യക്ഷൻ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തില് ചുമതലക്കാരനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ആലപ്പുഴയിലേക്ക് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വരുന്നത് ജില്ലാധ്യക്ഷൻ അറിഞ്ഞിട്ടോ ശോഭാ സുരേന്ദ്രൻ അറിഞ്ഞിട്ടോ അല്ല. സംസ്ഥാന ഘടകത്തിന് പോലും വളരെ അവസരം. കാരണം ഞാൻ ഒരു ആശുപത്രിയിൽ ഹെർണിയയുടെ സർജറി കഴിഞ്ഞ് 3 മാസം റെസ്റ്റ് പറഞ്ഞ് ഇരിക്കുന്ന ഒരാളായിരുന്നു. 1 മാസം കഴിയുന്നതിന് മുൻപാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്, അതായത് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരാൻ പോകുന്നത്. മോദിജി തൃശ്ശൂരിൽ വന്നപ്പോൾ ഞാൻ തൃശ്ശൂരിൽ അഡ്വാൻസ് പ്രസംഗിച്ചു. ആ അഡ്വാൻസ് പ്രസംഗിച്ച് കഴിഞ്ഞ് ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ തലവന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, പുറകിൽ കർട്ടന് പിറകില് മോദിജി വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിൽക്കണം എന്ന് മോദിജി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ താഴെ പോയി, ഞാൻ അവിടെ പോയി നിന്നു. മോദിജി കടന്നു വരുന്ന സമയത്ത് മോദിജി എന്നെ കണ്ടു. ആ സമയത്ത് ഞാൻ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞു, എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സര രംഗത്തില്ല. കാരണം എന്താണ്? ശാരീരികമായിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. ഹെർണിയ അത്ര വലിയ മാരകമായിട്ടുള്ള രോഗമായിട്ടല്ല, പക്ഷേ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. സംസ്ഥാന അധ്യക്ഷനോടും ഞാൻ പറഞ്ഞു, ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയോടും ഞാൻ പറഞ്ഞു, അഖിലേന്ത്യാ തലത്തിൽ നദ്ദാജി അറിയിച്ചു. എല്ലാവരെയും അറിയിച്ചതിന് ശേഷവും സംസ്ഥാന ഘടകവും അഖിലേന്ത്യാ ഘടകവും ഒരുമിച്ച് തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാൻ ചോദിച്ചല്ലോ, ഏറ്റവും വലിയ നേതാവിനോട് ഞാൻ ചോദിച്ചു, അങ്ങനെ ഞാൻ മത്സരിച്ച് എനിക്ക് വയ്യാതായ ആശുപത്രി ഉണ്ടല്ലോ, നോക്കാൻ പ്രവർത്തകരുണ്ടല്ലോ, ഇങ്ങനെയാണ് എനിക്ക് മറുപടി കിട്ടിയത്. അപ്പൊ അങ്ങനെ മത്സര രംഗത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അതില് ഈ ഗോപൻ എന്ത് പഠിച്ചു? ഗോപൻ മാവേലിക്കരയുടെ ചാർജ് ഏറ്റെടുത്തത് ഇന്നും ഇന്നലെയുമല്ല. എന്റെ സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഗോപന് ആ മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിന്റെ ചുമതലയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വളരെ നല്ല രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു, NDAയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഈ ചുമതല ജില്ലാ പ്രസിഡന്റ് തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഗോപൻ തന്നെയാണ്. ഗോപൻ ആഗ്രഹിക്കുന്നത് പ്രസ്ഥാനത്തിനു വേണ്ടിയാണ്. ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയും ഗോപനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുമ്പോൾ അതിനാർക്കാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളത്? എന്നാണ് ആ ചുമതലയിലേക്ക് വന്നത്? എന്നാണ് ഇപ്പൊ ഒരു 5-6 ദിവസമായി. 6 ദിവസമായിട്ട് ഈ ആലപ്പുഴ A ക്ലാസ് മണ്ഡലമായിട്ട് കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് BJPയുടെ ഈ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അതായത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മണ്ഡലങ്ങൾ എന്ന നിലയിൽ. അതിനകത്ത് ആലപ്പുഴ കഴിഞ്ഞ 1,87,000 പരം വോട്ട് നേടിയ ഒരു സ്ഥലമാണ്. അപ്പൊ ആലപ്പുഴ ഇത്തവണ ശോഭിച്ചു വന്നതോടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഫലം ഉണ്ടാകുന്ന പ്രതീക്ഷ അടിസ്ഥാനത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഒരു A ക്ലാസ് മണ്ഡലമെന്നോ അല്ലെങ്കിൽ B ക്ലാസ് മണ്ഡലമെന്നോ ഉള്ള പ്രത്യേകതയില്ല. നോക്കൂ, ജനങ്ങളാണല്ലോ രാജാക്കന്മാർ. ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ടാണ്. ഈ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ട് കൂടുതൽ പാർട്ടിക്ക് സാധ്യതയുള്ള ആലപ്പുഴയെ കൂടി അതിനകത്തേക്ക് ലിസ്റ്റിലേക്ക് പെടുത്തണമെന്നുള്ളത് അഖിലേന്ത്യാ ഘടകം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് നമ്മൾ എന്തിനാണ് ഇത്ര വലിയൊരു പബ്ലിസിറ്റി കൊടുക്കണമെന്നുണ്ടോ? തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യവും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. A ക്ലാസ് തീരുമാനിക്കുന്ന ജനങ്ങളല്ലേ. ആലപ്പുഴ പാർലമെന്റിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആലപ്പുഴയെ A+ ആയിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്കും എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്ര രീതിയിൽ വേണ്ടത്ര നേതാക്കന്മാർ വന്നൊരു പ്രചാരണം കാണുന്നില്ലല്ലോ BJPയിൽ. എവിടെയാണ് ഇപ്പോ? നോക്കൂ, A ക്ലാസ് മണ്ഡലം ഒരു പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് വന്ന ഒരു മണ്ഡലത്തിൽ നിങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ വന്നൊരു പ്രചാരണം കാണുന്നില്ലല്ലോ മറ്റു സ്ഥാനാർത്ഥികളുടെ പോലെ. ശ്രീമാൻ AN രാധാകൃഷ്ണൻ അദ്ദേഹം ഇവിടെ വന്നു. സംസ്ഥാന അധ്യക്ഷൻ ശ്രീമാൻ സുരേന്ദ്രൻ വന്നു. അതുപോലെ തന്നെ സന്ദീപ് വചസ്പതി, ശിവശങ്കരൻ, അതുപോലെ പ്രമീള ദേവി. ഞങ്ങളുടെ സംസ്ഥാന തലത്തിലെ നിങ്ങൾ മണ്ഡലം കൺവെൻഷനുകൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. എല്ലാ ദിവസവും നിയോജക മണ്ഡലം കാരണം സ്ഥാനാർത്ഥിയുടെ മാധ്യമ സുഹൃത്തുക്കളെ എന്റെ കൂടെയാണ് ചില സമയത്ത് നടക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും വിപുലമായി 1000-കണക്കിലധികം പ്രവർത്തകർ പങ്കെടുക്കുന്ന കൺവെൻഷനുകൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. ഇന്നലെയും കൺവെൻഷൻ ഉണ്ടായിരുന്നു. AN രാധാകൃഷ്ണനാണ് പങ്കെടുത്തത്. അപ്പൊ സംസ്ഥാന തലത്തിലെ നേതാക്കന്മാർ വന്നു. പിന്നെ ഞാൻ തന്നെയാണ് അതിന് കാരണക്കാരി. എന്റെ സുഹൃത്തും മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ശ്രീമാൻ ഫഡ്നാവിസ് ഇവിടെ വരണം എന്നാവശ്യപ്പെട്ടു. ഞാൻ എന്താ പറഞ്ഞെന്നറിയുമോ? ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു മാസ് ക്യാമ്പയിൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജില്ലാ നേതാക്കന്മാരാണെങ്കിലും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പൊതുസമ്മേളനങ്ങൾ ഇവിടെ പ്ലാൻ ചെയ്യണമെങ്കിൽ അതിനൊക്കെ എന്തിനാണ് ഇത്രയധികം പൈസ ചെലവഴിക്കുന്നത്? ഞങ്ങൾ ഇപ്പോഴും 1-2 നേതാക്കളെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവര് വരാൻ
സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഈ ബിജെപിയുടെ മുന്നേറ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഗൂഢാലോചനയുണ്ട് എന്തെങ്കിലും, അതായത് ഈ മുന്നേറ്റത്തെ തകർക്കാനുള്ള എന്തെങ്കിലും പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഇന്ന നിങ്ങളുടെ പാർട്ടിപരമായിട്ട് എന്തെങ്കിലും ഉള്ള അങ്ങനെ ഇടപെടൽ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് ഇടപെടലുണ്ടോ? ഇതിന് ഒരു മുന്നണി രൂപീകരിച്ചിട്ടുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി NDAയുടെ മുന്നേറ്റത്തെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തകർക്കാൻ ഒരു മുന്നണി ബാഹ്യമായിട്ട് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ആ മുന്നണി കരിമണൽ കർത്തയുടെ മുന്നണിയാണ്. ആ മുന്നണി മിസ്റ്റർ KC വേണുഗോപാലിന്റെ മുന്നണിയാണ്. ആ മുന്നണി പിണറായി വിജയന്റെ കൂടി മുന്നണിയാണ്. പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛന്റെ കേസ് ദേശീയ ഏജൻസിയുടെ മുമ്പാകെ കൊടുത്തത് ഞാനാണ്. കരിവന്നൂരിലെ സഹകരണ സംഘ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 വർഷക്കാലമായി അതിനുവേണ്ടി പാവങ്ങൾക്ക് വേണ്ടി പോരാട്ടത്തിന് നിൽക്കുന്നത് ഞാനാണ്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ ഏജൻസി മുൻപാകെ നിൽക്കുന്നത് ഞാനാണ്. രാജസ്ഥാനിലെ ശിശ്രാമോളയുടെയും KC വേണുഗോപാലിന്റെയും വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഞാനാണ്. അപ്പൊ ഇങ്ങനെ ശോഭാ സുരേന്ദ്രൻ, അങ്ങനെ ഒരു ശോഭാ സുരേന്ദ്രൻ വേണ്ടെന്നേ. പാർലമെന്റിനകത്ത് പോയി അഥവാ ഒരു ഉയർന്ന പദവിയിൽ എങ്ങാനും വന്നുപോയാലോ, അപ്പൊ ചില ആളുകൾക്ക് പെട്ടെന്ന് ജയിലിനകത്ത് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാലോ. അതിനേക്കാൾ നല്ലത് എങ്ങനെയെങ്കിലും ഇത് ഇല്ലായ്മ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയല്ലേ. ഞാൻ അതാ മനസ്സിലാക്കുന്നത്. എന്നാ കൊടുത്തത്? KC വേണുഗോപാലിന് ഇപ്പൊ ഞാനായിരുന്നുവെങ്കിൽ എനിക്കെതിരെ ഇല്ലാത്ത ആരോപണം ഒരാൾ പറഞ്ഞാൽ പിറ്റേ ദിവസം കോടതി പോകും. പിറ്റേ ദിവസം KC വേണുഗോപാൽ 18 ദിവസം ഇരുന്നും കിടന്നും നിന്നും ആലോചിച്ചു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പരാതിക്കെതിരായി കോടതിയിൽ പോകാൻ 18 ദിവസം കാത്തിരിക്കേണ്ടി വന്നു KC വേണുഗോപാലിന്. എന്തായിരുന്നു കാരണം? മേജർ മൈനിങ്ങിന് കേരളത്തിൽ സാങ്ഷൻ കൊടുത്ത മുഖ്യമന്ത്രി ദേശീയ ഏജൻസി അന്വേഷിക്കണം. വ്യവസായ വകുപ്പ് മന്ത്രി ദേശീയ ഏജൻസിയുടെ അന്വേഷണം വരും. ഫയലുകൾ സെക്രട്ടേറിയറ്റിനകത്തുണ്ടായിരുന്നു. അപ്പൊ KC വേണുഗോപാല് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ മുക്കാൻ 18 ദിവസം കാത്തിരുന്നു. മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നല്ലോ. ആ ഫയലുകൾ ഇപ്പൊ അവിടെ കാണുന്നുണ്ടോ? കരിമണൽ കർത്തയ്ക്ക് മൈനിങ് അനുവദിച്ചു കൊടുത്ത ഫയലുകൾ മുഴുവൻ സെക്രട്ടേറിയറ്റിൽ നിന്ന് മുക്കിയതിനു ശേഷമാണ് KC വേണുഗോപാൽ കോടതിയിൽ പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും താമസം വന്നത്. ആ കോടതിയിലെ കേസിനെ എല്ലാം ഞാൻ കൈകാര്യം ചെയ്യാം. എന്റെ മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ തുടങ്ങിയത് അവസാനിപ്പിച്ചിട്ടേ നിർത്തൂ. ഇത് ഞാൻ തൃശ്ശൂരിലെ മുൻ മന്ത്രിയോട് പറഞ്ഞിരുന്നു. കരുവന്നൂരിലെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിച്ച കോടിക്കണക്കിന് രൂപ കരുവന്നൂരിൽ നിന്ന് നഷ്ടപ്പെടുത്തിയപ്പോ അന്നും ഞാൻ ഇതുപോലെ പറഞ്ഞിരുന്നു, ദേശീയ ഏജൻസി വരും, അന്വേഷിക്കും, ബുദ്ധിമുട്ടുണ്ടാകും, നിങ്ങൾ വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണം. സഖാക്കളുടെ പണമാണ് ബഹുഭൂരിപക്ഷമാണ് നഷ്ടപ്പെട്ടത്. ആ ജനം എന്നെ വിശ്വസിച്ച് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തില് എന്താ മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കാത്തത്? അരുൺ എങ്ങനെയാണ് വടക്കാഞ്ചേരിയിൽ അരുൺ മരിച്ചത്? ആരെ കൊന്നത്? രാത്രി 1 മണിക്ക് അരുൺ മരണപ്പെട്ട, കൊല ചെയ്യപ്പെട്ട സ്ഥലത്ത് ഇന്ന് ജയിലിനകത്ത് കിടക്കുന്ന AC മൊയ്തീന്റെ കൂട്ടുകാരൻ അരവിന്ദാക്ഷൻ എന്തിനു പോയി? 1 മണിക്ക് അരുൺ മരിക്കുന്നു. 1:05 അരവിന്ദാക്ഷൻ അവിടെ എത്തുന്നു. എന്തേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അന്വേഷിക്കാതിരുന്നത്? എന്തേ ആലത്തൂരിലെ മുൻ MP ബിജു അന്വേഷിക്കാതിരുന്നത്? അരുണിന്റെ അമ്മ ഭ്രാന്തിയായി ജീവിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ. എന്താ മാധ്യമ സുഹൃത്തുക്കൾക്ക് അന്വേഷിക്കണ്ടേ? അരുണിനെ ആരാ കൊന്നത്? 2ാമത്തെ മരണം കരുവന്നൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോഷി എന്തിനാണ് റെയിൽവേ ട്രാക്കിൽ ചാടി മരിച്ചത്? ജോഷി ചാടിയതാണോ ജോഷിയെ കൊന്ന് ട്രാക്കിൽ തള്ളിയതാണോ? അന്വേഷിക്കണ്ടേ? കേരളത്തിലെ പോലീസ് പിണറായി വിജയന്റെ പോലീസല്ലേ? ജോഷിയുടെ ഭാര്യ മാനസികമായി നിലവിട്ട അവസ്ഥയിൽ ഇരിക്കുകയാണ്. 2ഉം പാർലിക്കാടല്ലേ സംഭവിച്ചത്? വടക്കാഞ്ചേരിയും പാർലിക്കാടും. എന്തേ മാർക്സിസ്റ്റ് പാർട്ടി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാത്തത്? 2 കൊലപാതകങ്ങൾ ഇവിടെയല്ലേ? ഈ കരിമണൽ കർത്തയുടെ മണലൂറ്റുന്ന തോട്ടപ്പള്ളിയിലല്ലേ ഒരു സഖാവിനെ കാണാതായത്? അന്വേഷിക്കണ്ടേ? ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിക്ക് താല്പര്യമുണ്ടോ? ആരിഫിനെ അന്വേഷിക്കണ്ടേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സാധാരണപ്പെട്ട ഒരു പ്രവർത്തകൻ, ഒരു ലോക്കൽ നേതാവ്, അദ്ദേഹം കരിമണലിനെതിരെ സമരം ചെയ്തു, കാണാതായി. അപ്പൊ അങ്ങനെ ശോഭാ സുരേന്ദ്രനും കരിമണൽ കർത്തയുടെ പേരിൽ ഒരു കൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതിനെ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ്. കൊല്ലം 50 ജീവിച്ചില്ല, മതി. അതിനെയൊക്കെ ഏറ്റെടുത്ത് നിങ്ങളെല്ലാവരും റീത്ത് വയ്ക്കാൻ വരണം, അത്രയേ ഉള്ളൂ. അതിലെനിക്ക് നോ അറ്റൻഷൻ. വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള വലിയ അങ്ങനെ ഒരു അറ്റൻഷൻ എനിക്കില്ല. ഞാൻ ഇതൊക്കെ സ്വീകരിച്ചിട്ട് തന്നെയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. മാത്രം അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. തുടരെ ഓരോ വാർത്തകൾ വരും.
പല മാധ്യമങ്ങളെയും സ്വാധീനിക്കും. ശോഭാ സുരേന്ദ്രനെ ജയിച്ചു പോകാം. SNDPയുടെ പൂർണ്ണ പിന്തുണയുണ്ടോ? SNDP വോട്ടുകൾ എത്രമാത്രം ലഭ്യമാവും എന്ന് പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഈ നിമിഷം വരെ എന്റെ മാധ്യമ സുഹൃത്തുക്കളോടാ ഇപ്പൊ ആദ്യം സംസാരിക്കുന്നത്. ഞാനിപ്പോ ഇന്നലെ രാത്രി മുതൽ ഈ വിഷയം ഉണ്ടായിട്ട് ശ്രീമാൻ വെള്ളാപ്പള്ളിയെ പോലും വിളിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇങ്ങനെ ഒരാൾ എന്നെ കാണാൻ വന്നുവെന്നോ ഇങ്ങനെ ഒരു സാഹചര്യം സംസാരിച്ചുവെന്നോ അവരോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളോടാണ് ആദ്യം പറയുന്നത്. കാരണം ഇനി മുതൽ എനിക്ക് പറയണം. എന്റെ വീട് ആക്രമിച്ചപ്പോ, ഞാൻ താമസിക്കുന്ന മലപ്പുറം ജില്ലയിലെ എന്റെ വീട് എറിഞ്ഞു, ആക്രമിച്ചു. എന്നോട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖനായ ഒരു നേതാവ് പറഞ്ഞല്ലോ, ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നുവെങ്കിൽ 2 ദിവസം ആശുപത്രിയിൽ കിടന്നേനെ എന്ന് പറഞ്ഞ വലിയ നേതാവ് കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞോ എനിക്ക് വലിയ പ്രൊട്ടക്ഷൻ വേണം, എന്റെ വീട് ആക്രമിക്കാൻ വന്നു, കല്ലെറിഞ്ഞു? ഞാൻ അങ്ങനെയൊന്നും ചെറിയ കാര്യത്തിൽ വീഴുന്ന ഒരാളല്ല. ഒന്നുകിൽ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഈ മാഫിയ മുന്നണികളോട് ഞാൻ പറയുകയാണ്, ശോഭാ സുരേന്ദ്രനെ നിങ്ങൾക്ക് ഒന്നുകിൽ കൊല്ലാം, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എന്റെ പാതി വഴിയിൽ തുടങ്ങിയത് അവസാനിപ്പിക്കാം എന്നുള്ള ധാരണ ഒരാൾക്കും വേണ്ട. അത് നടക്കില്ല. SNDP വോട്ടുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അല്ല, അത് പിന്തുണയുണ്ടോ? കാരണം വെള്ളാപ്പള്ളി നടേശന് വേണ്ടി നിലകൊണ്ടാണ് ഇത്തരം ഒരു വാർത്തയടക്കം വന്നു. ഞാൻ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായിട്ട് നിലകൊണ്ടത് കൊണ്ട് മാത്രമല്ല, ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന്റെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് SNDPയുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി സാറിനെയും NSSന്റെ തലപ്പത്തിരിക്കുന്ന സുകുമാരൻ സാറിനെയും അച്ഛനെ പോലെ ഒരുപോലെ സ്നേഹമാണെങ്കിലോ, നിങ്ങൾ രഹസ്യമായിട്ടൊന്ന് സുകുമാരൻ സാറിനെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ കാണാൻ പോവുക. എന്താണ് എന്നെ കുറിച്ചുള്ള സുകുമാരൻ സാറിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുക. ഇവിടെ ശബരിമല വിഷയം ഉണ്ടായപ്പോഴും, ഇവിടെ ഗണേശനെ നിന്ദിച്ച വിഷയം ഉണ്ടായപ്പോഴും ഞാനാണ് ഫേസ്ബുക്കിൽ ഏറ്റവും ആദ്യം സുകുമാരൻ സാറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം എടുത്ത നിലപാടിന്റെ കൂടെയാണ് അന്ന് നമ്മൾ നിൽക്കുന്നത്. അല്ല, വോട്ടുകൾ എല്ലാവരുടെയും ലഭ്യമാകും. 50,000 വോട്ടിന് ജയിക്കണോ 1,00,000 വോട്ടിന് ജയിക്കണോ എന്ന് ഇവിടുത്തെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ആളുകൾ ആലോചിക്കുകയാണ്. കാരണം കോൺഗ്രസുകാർ, മാർക്സിസ്റ്റ് പാർട്ടിക്കാർ എല്ലാവരും എനിക്ക് രഹസ്യമായിട്ട് പല ആളുകളും സംസാരിക്കുന്നുണ്ട്. പലർക്കും ഞാൻ ഷാളിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ 20 ഒറ്റയിടത്ത് പോലും NDA സഖ്യവും BJP ജയിക്കില്ല, 2ാം സ്ഥാനത്ത് പോലും വരില്ലെന്നാണ് പിണറായി ആവർത്തിച്ച് പറഞ്ഞത്. പിണറായി വിജയൻ കുറെ നാളായിട്ട് നല്ല സ്വപ്നം കാണുന്ന കൂട്ടത്തിലാണ്. ഇവിടെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വന്ന് വേറൊന്നും കൂടി അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മുതലാളിമാരും ആലപ്പുഴയിലെ കരിമണൽ എടുക്കുന്നില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. അപ്പൊ പിണറായി കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കള്ളമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ആലപ്പുഴയിൽ BJP ഒന്നുമല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് BJP ഒന്നുമല്ല എന്ന് പറയുന്നത്? BJP വിജയിക്കാൻ പോകുന്നത് കൊണ്ടാണ് ഒന്നുമല്ലാത്തവരെ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? വെറുതെ വിട്ടാ പോരെ. ഒന്നുമല്ലാത്ത BJP ആണെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് BJPയെ മുന്നേറ്റത്തിൽ, ഭാരതീയ ജനതാ പാർട്ടിയുടെ NDA സ്ഥാനാർത്ഥിയുടെ മുന്നേറ്റത്തിൽ ഭയപ്പാടില്ലെങ്കിൽ വെറുതെ വിടാമല്ലോ. അപ്പോ ഇവിടെ മനസ്സിലായി, ആറ്റിങ്ങലിലെ പൊന്നാപുരം കോട്ട, ഇടതുപക്ഷത്തിന്റെ കോട്ട ഇടിച്ചു പൊളിച്ച് 10% വോട്ട് 5 കൊല്ലം മുമ്പ്, അതായത് കഴിഞ്ഞ പാർലമെന്റിൽ വാങ്ങാൻ സാധിച്ച ഒരു വ്യക്തി പ്രസ്ഥാനവും ഇവിടെ മത്സരിക്കുമ്പോ ഇവിടെ 15% ഇടതുപക്ഷത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് കൂടെ പോരും എന്നുള്ള ഭയപ്പാട് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ജനങ്ങൾ മുഖവിലേക്ക് എടുക്കും എന്ന് തോന്നുന്നില്ല. PV എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ അല്ല എന്ന് പറഞ്ഞ ആളല്ലേ നമ്മുടെ മുഖ്യമന്ത്രി? കരിമണൽ കർത്തയുടെ ഡയറിയിലെ പേര് PV, അത് പിണറായി വിജയൻ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ പരം കൂടുതൽ കാര്യങ്ങൾ ഭംഗിയായി പറയാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ. അല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്ര തവണയായി കേരളത്തിൽ വരുന്നു? നമ്മൾ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും വരണം എന്ന് പറയുന്നതിൽ സാധാരണഗതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, പുതുതായിട്ട് പാർട്ടിക്കകത്തേക്ക് വന്ന ആളുകൾ, സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകൾ, അവർക്കാണ് കൂടുതൽ കൈത്താങ്ങ് കൊടുക്കേണ്ടത്. അപ്പോൾ മോദിജിയെ സംബന്ധിച്ച് എനിക്ക് എന്തായാലും ജനങ്ങൾക്കും അറിയാം, ഒരു സ്നേഹവും വാത്സല്യവും ഒക്കെ എന്നോട് മോദിജിക്ക് കൂടുതലുണ്ട്. അതെനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ്. അത് മണിച്ചിത്രത്താഴിലെ മോഹൻലാൽ പറഞ്ഞതുപോലെ, ഞാൻ നിങ്ങളിൽ ഒരാളോട് ഒരു ചെറിയ സൂചന കൊടുത്തിട്ടുണ്ട്. മോദിജിയുടെ ഒരു ചെറിയ സമ്മാനം കിട്ടിയ ഒരു സ്ത്രീ കൂടിയാണ് ഞാൻ. അത് മുഴുവൻ തുറന്നു പറയാറായിട്ടില്ല.
അത് ഇവിടെ ഇരിക്കുന്ന ഒരാൾ ചിരിക്കുന്നുണ്ട്, അയാൾക്കറിയാം. അത് രഹസ്യമായിട്ട് അയാളോട് ചോദിച്ചാൽ മതി. ഈ പന്തളം പ്രതാപൻ ഇപ്പൊ എവിടെയാണ്? അദ്ദേഹത്തിന് എവിടെയാ ചുമതല ഇപ്പൊ? അതല്ലേ പന്തളം പ്രതാപൻ? അദ്ദേഹത്തിന് ഇപ്പൊ എവിടെയാ ചുമതല? ആലപ്പുഴയുടെ ചുമതല ഉണ്ടായിരുന്ന അല്ല, പന്തളം പ്രതാപൻജിക്ക് മാവേലിക്കരയില് അല്ലല്ല, മാവേലിക്കരയില് ശ്രദ്ധിക്കണം. കാരണം അദ്ദേഹം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BD ജയസന്റെ സ്ഥാനാർത്ഥിയാണ്. ശക്തമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം അവിടെ ഉണ്ടാകണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എല്ലാ രണ്ട് ദിവസം, ഒരാഴ്ചയിലെ 3 ദിവസം അദ്ദേഹം മാവേലിക്കരയിലും ബാക്കി ദിവസം അദ്ദേഹം ഇവിടെയുമുണ്ട്. അപ്പൊ കാൽക്കുലേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? കാരണം ആദ്യഘട്ടത്തിൽ BJP പ്രസിഡന്റ് അവിടെ പോകുന്നു, മറിച്ച് കൊല്ലത്ത് നിന്നുള്ള ചുമതലയുള്ള ഇങ്ങോട്ട് വരുന്നു, പിന്നീട് ഒരു മാസം പിന്നിടുമ്പോ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുന്ന ഒരു സാഹചര്യം ഇത് എവിടെയെങ്കിലും മാറുകയല്ലോ. ശ്രീമാൻ ഗോപന്റെ സ്ഥലം നോക്കൂ, മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലല്ലേ ജില്ലാ പ്രസിഡന്റിന്റെ വീട് ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഞാൻ വരുന്നതിന് മുൻപാണല്ലോ അവിടെ എന്ത് ചെയ്യാൻ ചാർജ് ഏറ്റെടുത്ത് പോയത്. 6 ദിവസം മുമ്പാണ് തിരികെ വന്നത് പറയുന്നു, ഒരു മാസം പിന്നിടുന്നു. അത് നല്ലതല്ലേ? അല്ല, മാധ്യമ സുഹൃത്തുക്കൾ പോലും 6 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന മനസ്സാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ എത്രയോ ആളുകൾ എന്നോട് സംസാരിക്കുന്നുണ്ട് രഹസ്യമായിട്ട്. ശോഭാ സുരേന്ദ്രൻ ഇവിടെ വന്നതിന് ശേഷം ആലപ്പുഴ ആകെ ഇളകി മറിഞ്ഞു, ത്രികോണ മത്സരമായി എന്നും ജനങ്ങൾക്കിടയിൽ തന്നെ അമ്മമാര് പറയുന്നത്, എന്റെ കൂടെ രഹസ്യമായിട്ട് നിങ്ങൾ ഈ ചാനലിന്റെ ഈ വക സംവിധാനങ്ങളൊന്നും ഇല്ലാതെ വെറുതെ എന്റെ കൂടെ ഒന്ന് വരും. എന്നെ വരുന്നതും കെട്ടിപ്പിടിക്കുന്നതും വഴിയരികിൽ കാത്തു നിൽക്കുന്നതും BJPയും RSSും ആളുകൾ മാത്രമാണോ, അതോ പൊതുനിരത്തിലെ സ്ത്രീകളുണ്ടോ, സഹോദരന്മാരുണ്ടോ എന്ന് എല്ലാവർക്കും കാണാമല്ലോ. വലിയ മാറ്റമുണ്ട് എന്ന് മാത്രമല്ല, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് എപ്പോഴും അവര് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആളുകളെ വിജയിപ്പിച്ചു വിടാറുണ്ട്. അപ്പൊ കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിജി, അദ്ദേഹം വിശ്വസിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ ഒരാൾ പോയാൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ വികസനത്തിന് സാധ്യതയുണ്ട് എന്ന് പൊതുജനങ്ങൾ കരുതുന്നു. ആ കരുതൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയ്ക്ക് ഒരു കരുതലായിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ മാറിയിട്ടുണ്ട്. വലിയ ദാരിദ്ര്യം നിലനിൽക്കുന്ന ഒരു ജില്ലയാണിത്. അവിടെ മാറ്റമുണ്ടാകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു.